പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ കൺസർവേറ്റീവ് പാർട്ടി ആരംഭിച്ചു. നവംബർ 2-ന് പുതിയ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കും. കുടിയേറ്റം വെട്ടിക്കുറയ്ക്കുകയും വിദേശ ജോലിക്കാരെ ആശ്രയിക്കുന്നതും ചുരുക്കുമെന്ന് പ്രധാനമന്ത്രി സ്റ്റാർമർ. യുകെയിൽ സ്ത്രീകളും പെൺകുട്ടികളും സുരക്ഷിതരല്ല. ദിവസവും 3000 കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട്. നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് 5.5% ശമ്പള വർധനവ് നൽകിയാൽ പണപ്പെരുപ്പത്തിന് തീ കൊളുത്തും. പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പുമായി ഇക്കണോമിസ്റ്റുകൾ. ബൈഡൻ പിന്മാറി. ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് വൻ പണമൊഴുക്ക്. 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ചത് റെക്കോർഡ് തുക. ഇസ്രായേൽ ബന്ധമുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ. വിൻഡോസ് സ്തംഭനത്തിൽ യൂറോപ്യൻ യൂണിയനെ കുറ്റപ്പെടുത്തി മൈക്രോസോഫ്റ്റ്. സെക്യൂരിറ്റി അപ്ഡേറ്റിന് പ്രതിസന്ധി സൃഷ്ടിച്ചത് 2009-ലെ യൂറോപ്യൻ കമ്മീഷൻ എഗ്രിമെന്റ്. വിലക്കയറ്റം 4% താഴെ. യുവാക്കൾക്ക് പ്രധാനമന്ത്രിയുടെ 5 പദ്ധതി. സാമ്പത്തിക പരിഷ്കരണത്തിന് ഊന്നൽ. നിർമ്മല സീതാരാമൻ. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് അഭയം. മമതയുടെ വിശദീകരണം ചോദിച്ച് ഗവർണർ. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം. പള്ളികൾക്ക് മുന്നിൽ യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം. ബില്ലുകൾ തടഞ്ഞുവെച്ചതിൽ രാഷ്ട്രപതിക്കെതിരെ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും.